ഒരു നാൾ ഒരു പരന്ത് ഇങ്ങനെ പറന്നു പോവുകയാണ് ആകാശത്തൂടെ. പക്ഷെ അതിന് താഴോട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ ഒരു അണ്ണാറക്കണ്ണന് ഒരു പാമ്പിട്ട് ഓടിക്കുകയാണ്. പാമ്പിനെ ഭക്ഷണമാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ അണ്ണാൻ അതിൻ്റെ ജീവനും കൊണ്ട് ഓടുക. അപ്പോൾ ഈ കാഴ്ച കണ്ട് ഇങ്ങനെ പറക്കുകയാണ് പരുന്ത്. അപ്പോഴത്തേക്ക് എന്തായാലും ഈ അണ്ണാൻ ഒരു മരത്തിൽ കയറി അവൻ രക്ഷപ്പെട്ടു. പാമ്പ് ഈ മരത്തിൽ കയറാൻ പറ്റാതെ വിഷമിച്ച് അത് അഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. എന്തായാലും ഈ സീൻ, ഈ രംഗം കണ്ടുകൊണ്ട് പരുന്ത് താഴേക്ക് പറന്ന് വന്ന് അണ്ണാനോട് പറയുന്നു, നിന്നെ മറുകരയെ കൊണ്ടുവിടാം, അവിടെ പാമ്പിൻ്റെ ശല്യമൊന്നുമില്ല, നീ എന്നോടൊപ്പം പോരെ. ഉടൻ തന്നെ ഈ അണ്ണാൻ അതിന് തയ്യാറാവുകയും അങ്ങനെ പരുന്ത് തൻ്റെ കാലുകളുടെ ഇടയിൽ, അതിൻ്റെ ആ നഖങ്ങളുടെ ഇടയിൽ സുരക്ഷിതമായിട്ട് ഈ അണ്ണാനുമായിട്ട് പറന്ന് ഉയർന്ന് പോവാണ്. അപ്പോഴത്തേ പാമ്പ് ഇത് കണ്ടിട്ട് പറഞ്ഞു, എടാ അണ്ണാനെ, ഞാൻ നിന്നെ വിഴുങ്ങത്തേ ഉള്ളൂ, നിന്നെ വിഴുങ്ങും, നിനക്ക് വേദന ഒന്നും ഉണ്ടാകത്തില്ല, നീ അതോടെ തീരും. പക്ഷേ ഇവനുണ്ടല്ലോ, നിന്നെ കൊത്തിപ്പറിച്ച് ചിന്ന ഭിന്നമാക്കി നിന്നെ വേദനിപ്പിച്ച് കൊല്ലും. നിന്നെ എന്തായാലും തിന്നും ഈ പരുന്ത്. നീ ഇവനെ വിശ്വസിച്ചാണോ നീ എന്നെയും പേടിച്ചിട്ട് പോകുന്നത്? എന്തായാലും നീ തീർന്നു. അപ്പം ഇത് കേട്ട് ഭയന്നിട്ട് അവനാകെ കുതറി, ഈ അണ്ണൻ. അങ്ങനെ വെപ്രാളപ്പെട്ട് കിടന്ന് ബഹളം വെച്ചപ്പോഴത്തേക്ക് ഈ പരുന്തിൻ്റെ പിടുത്തത്തിൽ നിന്ന് ഈ അണ്ണൻ താഴേക്ക് വീഴുകയും പാമ്പ് ഇവനെ ഭക്ഷിക്കുകയും ചെയ്തു. അപ്പം പരുന്തിനും അവൻ്റെ ലക്ഷ്യം നടന്നില്ല, എന്നാൽ അണ്ണാൻ രക്ഷപ്പെട്ടതുമില്ല. അതിനാൽ ഈ ഒരു പ്രതിസന്ധി നമുക്ക് ജീവിതത്തിലുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും നാം പലതിൻ്റെയും പിടുത്തത്തിലാണ്, നമ്മെ പലതും പിടിക്കാൻ വരും. അതുകൊണ്ട് നമ്മൾ വെപ്രാളം കാണിച്ച് ധൃതി വെച്ച് ഉത്കണ്ഠപ്പെട്ട് ആകുലപ്പെട്ട് വ്യാകുലപ്പെട്ടിട്ട് ഒരു അർത്ഥവുമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടു, ആകുലപ്പെട്ടു, ഭയപ്പെട്ടു, എന്നിട്ടും നമ്മളിപ്പോഴും പൂർണ്ണമാണ്. അതിനാൽ വിശ്രമിക്കുക, നമുക്ക് ചിന്തിച്ച് എന്താണെന്ന് വെച്ചാൽ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം എന്നതാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാണ് നമുക്ക് നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സിലെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്, ധ്യാനങ്ങൾ വന്ന് ധ്യാനം ചെയ്യൂ, വിശ്രമിക്കൂ, നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. സന്ദർഭം അനുയോജ്യമായിട്ട് നമുക്ക് ചിന്തിച്ച്, കാരണം പരുന്തും സത്യത്തിൽ ഈ അണ്ണാൻ്റെ ശത്രുവാണ്. പാമ്പ് ഇവനെ വിഴുങ്ങാൻ പോയി, എന്നാൽ അവൻ വെപ്രാളം കൊണ്ട്, ഭയം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്ന തിടുക്കത്തിൽ ചിന്തിക്കാതെ പരുന്തിനെ ആശ്രയിച്ചു. എന്നാൽ പരുന്തിന് കിട്ടിയില്ല എങ്കിൽ പോലും അവൻ്റെ ജീവൻ വെടിയേണ്ട അവസ്ഥ ഉണ്ടായി. അതാണ് ഈ കഥയുടെ പൊരുൾ. അതുകൊണ്ട് തിടുക്കം വെച്ച് വെപ്രാളം കാണിച്ച് ഒരു കാര്യവും ചെയ്യരുത്. നിങ്ങൾക്ക് റിലാക്സ് ആവണം. കാരണം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും പ്രതിസന്ധികളുണ്ട്. നമ്മൾ ഒരുപാട് പ്രതിസന്ധികളിൽ കടന്നു വന്നു. ഇപ്പോഴുള്ളതും കടന്നു പോവുക തന്നെ ചെയ്യും, സംശയമൊന്നും വേണ്ട. മാറുക തന്നെ ചെയ്യും. മാറ്റം പ്രകൃതി നിയമമാണ്, മാറാതൊന്നും ഇരിക്കത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യാനുള്ള ചെയ്തുകൊണ്ടിരിക്കുക, ബുദ്ധിപരമായിട്ട് വിവേകപൂർവം ചെയ്തുകൊണ്ടേയിരിക്കുക. ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവും, ശുഭകരമായിട്ട് എല്ലാം ഭവിക്കുകയും ചെയ്യും. അതിന് നിങ്ങൾക്ക് ഉതകുന്ന ധ്യാനങ്ങളാണ് ഉക്കുലേലെ മെഡിറ്റേഷൻസ്. സംഗീതവും അറിവും സുഗന്ധവും എല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ള, സംഗീതം, സുഗന്ധം, അറിവ്, ധ്യാനം, ഇതെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ളതാണ് നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്. ഞാൻ കൊല്ലം ഐത്തിലെ മെഡിട്രീന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. NP സ്കൂൾ ഓഫ് തോട്ട്സിൽ നമുക്ക് ഇവിടെയും സൈക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മെഡിട്രീന ഹോസ്പിറ്റലിലും. NP സ്കൂൾ ഓഫ് തോട്ട്സ് മുഖത്തിലയിലും ഉണ്ട്. കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി തുടങ്ങി അഡോളസെൻ്റ് കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. വന്ന് പ്രയോജനപ്പെടുത്തു. 9605743596. അതുകൊണ്ട് അണ്ണാൻ്റെ വെപ്രാളം കാണിക്കാതിരിക്കൂ, തിടുക്കം കാണിക്കാതിരിക്കൂ. സമാധാനമായിട്ട് നമുക്ക് വഴികൾ കണ്ടെത്താം. വരിക.